ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു. കുന്നംകുളം മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ലോകസമാധാനത്തിന് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേൽ പണ്ട് മുതലേ തെമ്മാടി രാഷ്ട്രമാണെന്നും മുഖ്യമന്ത്രി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽകർഷകർ ആശങ്കയിൽ. ഗായത്രി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സാധ്യതയെന്ന് കർഷകർ. സംസ്ഥാനത്ത് സ്വർണ്ണവില 74,000 കടന്നു. പവന് 1,560 രൂപ വർദ്ധിച്ച് 74,360 രൂപയിലെത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വൈലാത്ര വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 33 വയസ്സുള്ള സിനീഷാണ് മരിച്ചത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ രാവിലെ 8-നായിരുന്നു സിനീഷിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. അനസ്തേഷ്യ നൽകിയതോടെ സിനീഷ് അസ്വസ്ഥനാവുകയും തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു. ഇതോടെ ബന്ധുക്കൾ സിനീഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകുന്നതിനിടെ 11 മണിയോടെ മരണപ്പെട്ടു. ടൈൽ പണിക്കാരനാണ് സിനീഷ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെയായിരുന്നു ഹെർണിയയ്ക്ക് ചികിത്സ ചെയ്തിരുന്നത്. അനസ്തേഷ്യ കൊടുത്തതിന്റെ അപാകതയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. കുന്നംകുളം മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. എരമംഗലം സ്വദേശി സജനയുടെ കുഞ്ഞാണ് മരിച്ചത്. കുട്ടി മരിക്കാൻ കാരണം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. എന്നാൽ പൊക്കിൽ കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു കുട്ടിയെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. കഴിഞ്ഞ ജൂൺ 7-ന് ഇതേ ആശുപത്രിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങിയ പഴയന്നൂർ സ്വദേശിനിയായ രമ്യശ്രീ എന്ന യുവതിയും തൊട്ടടുത്ത ദിവസം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ അല്ലമീൻ ആശുപത്രിക്കെതിരെ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തം അത്യന്തം ദാരുണമായ സംഭവമാണെന്നും ദുരന്തം സംബന്ധിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിലുണ്ടായത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തി സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പണ്ട് മുതലേ തെമ്മാടി രാഷ്ട്രമാണെന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മറ്റൊരു അഭിപ്രായം പറയാറായിട്ടില്ല. ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ പണ്ടേ ലോക തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ്. എന്തുമാകാം, അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത്. അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം. അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അഹമ്മദാബാദ് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം ലോകസമാധാനത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ട്രംപിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെയാണ് ഇസ്രായേൽ ഗാസയിലടക്കം ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. ലോക ഭീകരരായി ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. ഈ വൻ വിമാന ദുരന്തം, അത്യാഹിതം, അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോൾ 260-ലധികം പേർ, പഴയ കണക്കുകളെല്ലാം മാറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മരിച്ചു. അതിന് പുറമെ 24 പേർ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളൊക്കെ മരിച്ചു എന്നാണ് അറിയുന്നത്. താങ്ങാനാവാത്ത ഒരു ആഘാതമാണ്, ദുഃഖമാണ് ഇന്ത്യയിലും ലോകത്ത് പറഞ്ഞിരിക്കുന്നത്.
പരീക്ഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത്. ടാറ്റ കമ്പനി അവരുടേതായ ചില നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് താമസിയാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ലിവിയയോട് കീഴടങ്ങണമെന്ന് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരും അറിയാതെ നാട്ടിലെത്തി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനായിരുന്നു ലിവിയയുടെ പദ്ധതി. നാട്ടിലെത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം ലിവിയയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ തൃശൂരിലെത്തിക്കും. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ വ്യാജ LSD കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയത്. തുടർന്ന് ഷീല സണ്ണി 2 മാസത്തോളം ജയിലിൽ കിടന്നിരുന്നു. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം നെൽ കർഷകർ ആശങ്കയിൽ. ചെക്ക് ഡാമിലെ ഷട്ടറുകൾ തുറക്കാത്തതിനാൽ കൊണ്ടാഴി പാറമേൽപ്പടി പള്ളിമുക്ക് ഭാഗത്തെ നെൽവയലുകളിൽ വെള്ളം കയറുകയാണ് പതിവ്. മഴ കൂടുന്ന സാഹചര്യത്തിൽ പുഴയിൽ വെള്ളം അധികമാവുകയും പിന്നീട് ഷട്ടറുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ടാകും. എത്രയും പെട്ടെന്ന് ഷട്ടറുകൾ മുഴുവൻ തുറന്നുവയ്ക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന. പാലക്കാട് ഡാം ആൻഡ് ഇറിഗേഷൻ അധികാരികളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ തുറക്കണമെന്ന് എല്ലാ കാലവർഷത്തിനും മുൻപ് അധികൃതരെ അറിയിക്കുമെങ്കിലും ഉത്തരവാദിത്വം നിറവേറ്റാൻ മടിയാണെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വയലേലകൾ വീണ്ടും മുങ്ങി കൃഷിനാശം സംഭവിക്കുമോ എന്ന ഭയപ്പാടിലാണ് വിവിധ പാടശേഖര സമിതിയിലെ കർഷകർ. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക് ഡാം തുറക്കാത്തത് കാരണം നമ്മുടെ കൂട്ടിൽമുക്ക് ഭാഗവും മടത്തിൽപ്പടിയുടെ ഒരു പകുതി പാടശേഖരത്തിലും ഭാരതപ്പുഴയും ചീരക്കുഴിപ്പുഴയും കൂട്ടിൽമുക്ക് എന്ന സ്ഥലത്ത് മുട്ടുകയും അത് മേപ്പെട്ട് വെള്ളം കയറി കൊണ്ടാഴിയുടെ പല ഭാഗത്തും വെള്ളം കയറുവാനുള്ള ഒരു അവസരം ഉണ്ടാവും. പാലക്കാട് ജില്ലയിൽ നിന്നാണ് തുറക്കേണ്ടതെന്നാണ് നമ്മുടെ അറിവ്. ബഹുമാനപ്പെട്ട MLA സാർ എത്രയും ഇടപെട്ട് തുറന്നില്ലെങ്കിൽ കാലവർഷം വരികയാണെങ്കിൽ നമുക്ക് വൻ നാശനഷ്ടം ഉണ്ടാവും. TCV ന്യൂസ്, തിരുവില്ലാമല. സംസ്ഥാനത്ത് സ്വർണ്ണവില 74,000 കടന്നു. ഇന്ന് പവന് ഒറ്റയടിക്ക് 1,560 രൂപയാണ് വർദ്ധിച്ചത്. 74,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 195 രൂപയാണ് വർദ്ധിച്ചത്. 9,295 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അഹമ്മദാബാദ് വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യമെത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലും എത്തിയത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുമായും ബന്ധുക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ ഇന്ന് അഹമ്മദാബാദിലെത്തും. DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസർ ഇല്ലാത്തതിൽ ദുരിതത്തിലായി ജനങ്ങൾ. സ്ഥിരമായി ഓഫീസർ ഇല്ലാതായതോടെ സമീപത്തെ വില്ലേജുകളിലെ ഓഫീസർമാർക്കാണ് അധിക ചുമതല നൽകുന്നത്. ഇതുമൂലം വില്ലേജിൽ നിന്നും ലഭിക്കേണ്ട ജാതി, വരുമാനം, നോൺ ക്രീമിലെയർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ വൈകുകയാണ്. 2 ദിവസമായി പഴയന്നൂർ വില്ലേജ് ഓഫീസർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്ന് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ് ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചുകയറി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ സാമഗ്രികൾക്ക് മുകളിലൂടെ കടന്നാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത്. സംഭവത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഈ സമയം സർവീസ് റോഡിലൂടെ പ്രഭാത സവാരി നടത്തുന്നവർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ദേശീയപാതയിൽ കൊടകര ഗാന്ധിനഗറിനു സമീപം കാർ നിയന്ത്രണമിട്ട് വിളക്കുകാലിലിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 4 പേർക്ക് സാരമായി പരിക്കേറ്റു. കൊടകര മേൽപ്പാലം ഇറങ്ങവേ കാർ നിയന്ത്രണമിട്ട് ദേശീയപാതയോരത്തെ വിളക്കുകാലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിളക്കുകാൽ അടിത്തറയടക്കമിളകി സർവീസ് റോഡിലേക്ക് വീണു.
തകർന്ന കാറിന്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ച നിലയിലാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിലുണ്ടായിരുന്നവരെ ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാളിന്റെ സൈറ്റ് ഓഫീസ് മഴയിൽ തകർന്നു വീണു. 2 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്തിന്റെ ഉടമ ചാലക്കുടി അക്കര വീട്ടിൽ ഷാജു, ഷാജുവിന്റെ മകൻ അർണോൾഡ് ഷാജു എന്നിവർക്കാണ് പരിക്ക്. പോലീസ് സ്റ്റേഷൻ റോഡിലെ അക്കര തിയേറ്ററിന്റെ സ്ഥലത്താണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മാൾ നിർമ്മാണം നടക്കുന്നത്. ഇതിനായി മണ്ണെടുത്ത ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്നായിരുന്നു ഫയർ സ്റ്റേഷൻ എതിർവശത്തുള്ള റോഡരികിലെ ഇവരുടെ സൈറ്റ് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് പോയത്. രാവിലെ മുതൽ കനത്ത മഴ ആയതിനാൽ ജോലിക്കാർ എത്തിയിരുന്നില്ല. സംഭവ സമയത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നു. കുണ്ടന്നൂരിൽ റോഡിലെ ഹമ്പ് മറികടക്കുന്നതിനിടെ ഇരുചക്രവാഹനത്തിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഇരുചക്രവാഹനത്തിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന കുണ്ടന്നൂർ സ്വദേശി വിനീതയ്ക്കാണ് പരിക്കേറ്റത്. കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ഹമ്പിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് നാട്ടുകാർ. 20 വർഷമായ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താറില്ലെന്നാണ് പരാതി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡ് 2005-2010 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കാട്ടിരി മുതൽ മേച്ചേരിക്കുന്ന് വരെ പൂർത്തീകരിച്ചതാണ്. എന്നാൽ 20 വർഷം കഴിഞ്ഞിട്ടും ഇന്നുവരെ ഈ റോഡ് പൂർണ്ണമായും റീടാർ ചെയ്യുകയോ ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്തിട്ടില്ല. 8 മീറ്റർ വീതിയുള്ള റോഡായിട്ടും തൃശൂർ ജില്ലാ പഞ്ചായത്തോ PWDയോ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. റോഡ് കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴയൊക്കെ പെയ്താൽ അത് കൂടെ ഇറങ്ങാൻ പറ്റില്ല. ഈ റോഡും ആ റോഡും അതെ. മെമ്പർമാരോടൊക്കെ പറഞ്ഞാൽ അവർ കോടികളുടെ കണക്ക് ഇങ്ങനെ പറയാന്നല്ലാതെ അവരിത് നേരാക്കുള്ളൊരു പരിപാടിയും ചെയ്യുന്നില്ല. ഈ അവസ്ഥയാണ് ഈ റോഡിലെ എല്ലാ ഭാഗത്തുള്ളത്. വെട്ടിക്കാട്ടിരി മുതൽ മേച്ചേരി വരെ ഉൾപ്പെടുന്ന ഈ മേഖലയിലെ മുഴുവൻ പ്രദേശത്തും ഈ അവസ്ഥയാണ് റോഡിനുള്ളത്. ഗേറ്റ് പെടാതെ തൃശ്ശൂർ ഹൈവേയിലേക്ക് കടക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന റോഡാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ, സ്കൂൾ ബസ്സുകൾ ഇതിലെ പോകുന്ന ഒരു സ്ഥലമാണ്. ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പലതവണ ഗ്രാമസഭയിൽ ഉന്നയിച്ചിട്ടും ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന് കഴിയില്ലെങ്കിൽ അത് PWDക്ക് കൈമാറി ഈ വർക്ക്, ഈ റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. നിരവധി സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും പൈങ്കുളം റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ഹൈവേയിലേക്ക് പോകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന റോഡായിട്ടും വേണ്ട രീതിയിൽ ജനപ്രതിനിധികൾ ഇടപെടുന്നില്ല. ഇതിൽ വലിയ പ്രതിഷേധമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ സ്ഥിതി തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രദേശവാസിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന അബ്ദുൽ കരീം പറഞ്ഞു. TCV ന്യൂസ്, ചെറുതുരുത്തി. ഹോട്ടലിൽ നിന്നും നൽകുന്ന ബിൽ ഉപഭോക്താവിൽ നിന്നും കൗണ്ടറിൽ തിരികെ വാങ്ങുകയോ ബിൽ നൽകാതിരിക്കുകയോ ചെയ്താൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത ഉത്തരവിട്ടു. ഹോട്ടൽ വ്യാപാര രംഗത്തെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ നടത്തിവരുന്ന ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്ന പരിശോധന കാര്യക്ഷമമാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിലവിവര പട്ടിക കടയുടെ മുൻഭാഗത്ത് ഉപഭോക്താക്കൾ കാണുന്ന വിധം പ്രദർശിപ്പിക്കണം. അളവ് തൂക്ക ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പാഞ്ഞാളിൽ 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം റോഡരികിൽ കണ്ടെത്തി. സംസ്കരിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ. വല്ലങ്ങിപ്പറ അഹമ്മദിയ ജുമാ മസ്ജിദിന് സമീപമാണ് 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം കണ്ടത്. നാട്ടുകാർ ജനപ്രതിനിധികളെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പരാതിയുണ്ട്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും നാട്ടുകാർ ചേർന്ന് സംസ്കരിക്കാനായിരുന്നു മറുപടി. എന്നാൽ നിയമപ്രശ്നങ്ങൾ കാരണം നാട്ടുകാർ അതിന് മുതിർന്നില്ല. ജഡത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ ആരംഭിച്ചതോടെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും റോഡിൽ കൂടി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്.
ദേശീയ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TK ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായി ആചരിച്ചു. ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ ഒരുക്കിയ അനുസ്മരണ ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. TK ചാത്തുണ്ണിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മുൻ ദേശീയ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയ്ക്ക് ചാത്തുണ്ണിയുടെ ഭാര്യ സ്വർണ്ണലത സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ ഫുട്ബോൾ താരം MM ജേക്കബ്, KFA പ്രസിഡന്റ് നവാസ് മീരാൻ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഗവൺമെൻറ് 5 കോടി രൂപ നമ്മുടെ ബോയ്സ് സ്കൂളിന് ഗ്രൗണ്ടിന് വേണ്ടി അനുവദിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. വാഴാനി ഡാമിലെ സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പൂളിന്റെ നിർമ്മാണം 85% പൂർത്തിയായതായി അറിയിച്ചു. കൺട്രോൾ റൂമിന്റെ രൂപകൽപ്പനയും അന്തിമഘട്ടത്തിലാണ്. 3200 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പൂളാണ് നിർമ്മിക്കുന്നത്. ടൈലിരിക്കുന്ന പ്രവൃത്തികളും വൈദ്യുതീകരണവുമാണ് ഇനി നടക്കാനുള്ളത്. കൂടാതെ കൺട്രോൾ റൂമിന്റെ രൂപകൽപ്പനയ്ക്കും അംഗീകാരം ലഭിക്കാനുണ്ട്. ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷം നിലവിലെ സ്ക്രീനിന് തടസ്സം വരാത്ത രീതിയിൽ സഞ്ചാരികൾക്ക് ആകർഷകമായ വിധത്തിലായിരിക്കും കൺട്രോൾ റൂം നിർമ്മിക്കുക. ജലധാരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കിണറിന്റെ നവീകരണവും പൂർത്തിയായിട്ടുണ്ട്. ടൂറിസം വകുപ്പിന്റെ 5.99 കോടി രൂപ ചെലവഴിച്ചാണ് സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 70-ലേറെ ഫൗണ്ടനുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് അതിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് 15 മിനിറ്റോളം നീളുന്ന ഷോയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒക്ടോബറോടുകൂടി നിർമ്മാണം പൂർത്തീകരിക്കാനാണ് നീക്കം. TCV വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂരിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിൽ ജനകീയ പ്രതിഷേധം. നഗരസഭയ്ക്ക് കീഴിൽ TKS പുരത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനേറ്റർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ സമരം നടത്തിയത്. പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇൻസിനേറ്റർ പ്ലാന്റിൽ സ്ഥാപിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്ലാന്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം വാർഡ് കൗൺസിലർ VM ജോണി ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ വാളൂർ അധ്യക്ഷത വഹിച്ചു. OC ജോസഫ്, പവൻ വർഗീസ്, KO തോമസ് എന്നിവർ സംസാരിച്ചു. പ്രക്ഷോഭണം ആരംഭിച്ചപ്പോൾ നഗരസഭ ആ പ്രക്ഷോഭണത്തിന് വഴങ്ങിക്കൊണ്ട് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തൽക്കാലം പ്രവർത്തിപ്പിച്ചിട്ടില്ല. നിങ്ങളോട് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഏത് കാര്യത്തിലും മുന്നോട്ട് പോകുള്ളൂ. ജനകീയ സമരങ്ങളുടെ മുമ്പിൽ ആരും വെല്ലുവിളിച്ചൊന്നും മുന്നോട്ട് പോകില്ല. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ പ്രവർത്തിക്കുള്ളൂ. അതുവരെ ജനങ്ങൾക്ക് സ്ഥിതി ഉണ്ടാക്കുന്ന മണലിപ്പുഴയുടെ ശുചീകരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്തിലെ ആൽപ്പാറ വാർഡംഗം സുശീല രാജന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കിടപ്പ് സമരം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. KC അഭിലാഷ്, ലീലാമ തോമസ്, ഭാസ്കരൻ ആദങ്കാവിൽ, ബാബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കിയ ലബോറട്ടറി സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ, ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വെറ്റിനറി സർവകലാശാല സംരംഭകത്വ വിഭാഗം ഡയറക്ടർ ഡോക്ടർ TS രാജീവ്, ഡോക്ടർ K അല്ലി, ഡോക്ടർ SN രാജ്കുമാർ, ഡോക്ടർ PT സുരാജ്, ഡോക്ടർ ദീപ ജോളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിലകം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സനന്ദ് സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4ാം വാർഡിലെ നവീകരിച്ച വെണ്ണേങ്കോട്ട് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, വാസന്തി ആനന്ദൻ, ചാന്ദിനി വേണു തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4ാം വാർഡിലെ വെണ്ണേങ്കോട്ട് റോഡിന്റെ പുനർനിർമ്മാണത്തിന് പരിശ്രമിച്ച വാർഡ് അംഗത്തെ അവഗണിച്ച് ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതായി ആരോപണം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ശിലാഫലകത്തിൽ വാർഡ് അംഗം സോമശേഖരന്റെ പേര് ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ധിക്കാരപരമായി സംസാരിച്ചതായി വാർഡ് അംഗം സോമശേഖരൻ പറഞ്ഞു. 4ാം വാർഡിൽ MLA ഫണ്ടായിട്ട് കിട്ടിയുള്ള പൈസ എന്ന് റോഡിൻ്റെ 136 മീറ്ററാണ് മൊത്തം ചെയ്തത്. 32 മീറ്റർ കോൺക്രീറ്റിങ്ങും 254 മീറ്റർ ടാറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി
500 മീറ്ററോളം കഷ്ടി ബാക്കി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ ഭാഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് MLA വന്ന് നിർവഹിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. മാത്രമല്ല അതിൽ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെ അതിൽ ഉൾക്കൊള്ളിക്കുക എന്നോട് കാണിച്ച അവഗണന എന്നെ തീരെ ഒരു മോശക്കാരനെ ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റമാണ് MLAയിൽ നിന്നുണ്ടായത്. വെണ്ണങ്ങോട്ട് റോഡിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയവൽക്കരിച്ചതിനെതിരെ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ സംഗമം നടത്തി. NK വിമല, മിനി ബാബു, RV മൊയ്നുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ ലഹരിക്ക് മറുമരുന്നായി കായിക ലഹരി. ഫുട്ബോൾ, ഷട്ടിൽ, ക്യാരംസ് തുടങ്ങിയ കളികളാണ് ആദിവാസി വിദ്യാർത്ഥികൾക്കായി ഉന്നതിയിൽ ഒരുക്കിയിട്ടുള്ളത്. കാഡർ വിഭാഗക്കാർ താമസിക്കുന്ന ശാസ്താംപൂവം ഉന്നതിയിലെ മുതിർന്നവർക്കിടയിൽ ലഹരി ആസക്തി വർദ്ധിച്ചുവരുന്നത് കണക്കിലെടുത്താണ് യുവാക്കളിലും കുട്ടികളിലും കായിക ലഹരി വളർത്തിയെടുക്കാൻ സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ മുൻകൈയെടുത്ത് വനസംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവധി ദിവസങ്ങളിൽ കുട്ടികൾ വനത്തിൽ പോയി അലഞ്ഞുതിരിഞ്ഞു നടന്ന് അപകടങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലും ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ഞാനൊരു ഭാഗമാവാറുണ്ട്. പലതരത്തിലും വരുന്ന ഒരു വിമർശനം എന്താ പറയുക, അവിടേക്ക് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഒക്കെ കള്ളുകുടിച്ച് കളയുള്ളൂ. അതാണ് അവരുടേത്. കുറേ പേര് കള്ളുകുടിക്കുന്നവരുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അതില്ലാത്ത കുറേ പേരുണ്ട് നന്നായിട്ട് ജീവിക്കുന്ന, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് മാതൃകാപരമായിട്ട് ജീവിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്, നൂറ്റാണ്ടുകളായിട്ട് അവരങ്ങനെയാണ്. അപ്പോൾ ആ ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു ബദലുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന പിള്ളേരൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇവർക്ക് ഫുട്ബോളിനോടാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്ക് താല്പര്യം, ഫുട്ബോളിനോടാണ്. അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളെ നമുക്ക് ഫുട്ബോൾ, അത് ആ ലഹരി അവരിൽ എങ്ങനെ എത്തുന്നു നോക്കാം. കഴിഞ്ഞ വർഷം ഉന്നതിയിലെ 2 കുട്ടികൾക്ക് വനത്തിനുള്ളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രക്ഷിതാക്കൾക്കൊപ്പമുണ്ടായിരുന്ന 5 കുട്ടികളെ ഉൾക്കാട്ടിൽ വെച്ച് കാണാതായിരുന്നു. വനപാലകരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ 3-ാം ദിവസമാണ് കുട്ടികളെ കണ്ടെത്തി സുരക്ഷിതരായി ഉന്നതിയിൽ തിരിച്ചെത്തിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് ഉന്നതിയിൽ കുട്ടികൾക്ക് കായിക വിനോദത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാന വനവികസന ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് നമുക്കിങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. ലഹരി, മദ്യം അതിനൊക്കെ അടിമപ്പെട്ട ആൾക്കാരായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ടുണ്ട്. ബട്ട് കുട്ടികൾക്ക് ആ സ്വഭാവം ഉണ്ടാവാതിരിക്കാനും അവർക്ക് വേണ്ട മെച്ചപ്പെട്ട ഇങ്ങനൊരു സൗകര്യം നമ്മൾ വനവകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവരെ നല്ലൊരു എന്താ പറയുക ടീം വാർത്തെടുത്ത് നമ്മൾ ജില്ലയ്ക്ക് പുറത്തും എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും. വിവിധ സംഘടനകളുടെ സഹായത്തോടെ ആവശ്യമായ കളിയുപകരണങ്ങളും സമാഹരിച്ചു. മികച്ച ഫുട്ബോൾ കളിക്കാരെ ഉന്നതിയിലെത്തിച്ച് ആദിവാസി കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനവും നൽകി. പെൺകുട്ടികൾക്കായി ഉന്നതിയിലെ അംഗനവാടി പരിസരത്ത് ഷട്ടിൽ കോർട്ട് ഒരുക്കി നൽകുകയും കമ്മ്യൂണിറ്റി ഹാളിൽ ക്യാരംസ് കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ഏതാനും വർഷം കൊണ്ട് മികച്ച ഫുട്ബോൾ കളിക്കാരെ സംഭാവന ചെയ്യാൻ ശാസ്താംപൂവം ആദിവാസി ഉന്നതിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ പങ്കുവയ്ക്കുന്നത്. ഒപ്പം ലഹരിക്കടിമപ്പെടാത്ത പുതിയ തലമുറ ഇവിടെ വളർന്നുവരുമെന്നും പ്രതീക്ഷയുണ്ട്. TCV ന്യൂസ്, കൊടകര. സ്പെയിനിലെ ബാഴ്സലോണയ്ക്ക് സമീപം ലോറക്ട് ഡിമാറിൽ നടന്ന വേൾഡ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആലപ്പാട് സ്വദേശിക്ക് ഇരട്ട സ്വർണ്ണ മെഡൽ. ആലപ്പാട് ചിറമ്മൽ കാരാത്ത് ആന്റണി വിറ്റി ദമ്പതികളുടെ മകനും ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ആൽവിൻ ആന്റണിയാണ് 100 മീറ്റർ, 200 മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരാണ് വേൾഡ് മെഡിക്കൽ ഗെയിംസിൽ മത്സരിക്കുന്നത്. സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതിനായി ലോക രക്തദാതാ ദിനം നാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും ജില്ലാ മെഡിക്കൽ ഓഫീസും ഗവൺമെന്റ് മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദിനാചരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ സജിത്ത് വിളമ്പിൽ, ഡോക്ടർ KA അർച്ചന, ഡോക്ടർ സിനു കടകംപള്ളി, P അനീഷ്, PA സന്തോഷ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആത്മഹത്യാ പ്രേരണാ കുറ്റവും സ്ത്രീധന പീഡനവും ആരോപിച്ച കേസിൽ ഭർത്താവിനെ വെറുതെ വിട്ടു. കയ്പമംഗലം കുരീക്കുഴി സ്വദേശി ചിറയത്ത് ദീപകിനെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. ദീപകിന്റെ ഭാര്യയും പെരിങ്ങോട്ടുകര കൊല്ലംപറമ്പിൽ ബാബുവിന്റെ മകളുമായ ഗ്രീഷ്മ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്.
വിവാഹശേഷം പ്രതി കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്തതെന്നാരോപിച്ചാണ് മതിലകം പോലീസ് കേസ് ഫയൽ ചെയ്തിരുന്നത്. ഇക്വി ബീയിങ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാഴ്ച പരിമിതർക്കായി നീന്തൽ പരിശീലനം നൽകുന്നതിന് പരിശീലകരെ സജ്ജരാക്കുന്ന പരിപാടി തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള അക്വാട്ടിക് അസോസിയേഷനും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്ന് ഈ മാസം 15-16 തീയതികളിൽ ജില്ലാ അക്വാട്ടിക് കോംപ്ലക്സിലും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലുമായാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഇക്യൂബിയിങ് പ്രോഗ്രാം ലീഡർ മുഹമ്മദ് അഫ്സൽ, മറ്റു ഭാരവാഹികളായ MG മിത്ര, ബാലാജി പ്രതാപ്, പ്രഭാകരൻ, ടിറ്റോ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ കേരള പാണിനി AR രാജരാജവർമ്മ സ്മൃതി പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷകൻ P വിനോദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CV സുധീർ, ഡോക്ടർ VC സുപ്രിയ, KK യതീന്ദ്രൻ, ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സമ്മേളനം വെട്ടിക്കാട്ടിരിയിൽ നടന്നു. പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VR സുരേഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം വള്ളത്തോൾ നഗർ പ്രസിഡന്റ് KP നിഷാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI യൂസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു രാജ്യങ്ങൾ, കൊളംബിയ, മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളും പോലും അതിനെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ട് ഭൂമി. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജെയിംസ് ചിറ്റിലപ്പള്ളി, PL ജോമി തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ GLP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി, LC പോൾ, കൗൺസിലർ KR ജൈത്രൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവനിൽ വിവിധ തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TP ലോറൻസ്, ബീന രമേശ്, മെമ്പർമാരായ KR സിമി, VR രമ്യ, കൃഷി ഓഫീസർ EV അനഘ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പുഷ്പകൃഷിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, അംഗങ്ങളായ EP അജയഘോഷ്, BK മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9295 രൂപ, പവന് 74,360 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു. കുന്നംകുളം മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ലോകസമാധാനത്തിന് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേൽ പണ്ട് മുതലേ തെമ്മാടി രാഷ്ട്രമാണെന്നും മുഖ്യമന്ത്രി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന്.
സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽകർഷകർ ആശങ്കയിൽ. ഗായത്രി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സാധ്യതയെന്ന് കർഷകർ. സംസ്ഥാനത്ത് സ്വർണ്ണവില 74,000 കടന്നു. പവന് 1,560 രൂപ വർദ്ധിച്ച് 74,360 രൂപയിലെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.